ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടറെ. വിഷ്ണു, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. തന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? ഉടനെ വരാം. ശരി. ഇപ്പൊ അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. അതിന്റെ കാര്യത്തിനായിട്ടാ ഞാൻ ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത്. നേരത്തെ വന്നപ്പോ നമ്മൾ കണ്ടിരുന്നല്ലോ. അല്ല, ഈ ഡിവോഴ്സ് ആയെങ്കിൽ പിന്നെന്തിനാ അയാളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥതയോടെ ജീവിക്കൂന്നുള്ള പേടി. ഞാനിപ്പോ കോയമ്പത്തൂരും മധുരയിലും ഒക്കെ പോയി തുണികളെടുത്ത് ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. രേഷ്മ ഗാർമെന്റ്സ് എന്ന പേരിൽ. അതൊരൽപ്പം മെച്ചപ്പെട്ടു വരുന്നത് കണ്ടപ്പോഴാ ദ്രോഹം കൂടിയത്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും അസുഖ വിഷ്ണു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുവേണം എല്ലാം നടത്തി മുന്നോട്ട് കൊണ്ടുപോവാൻ. അവിടുന്ന് ഇവിടുന്നൊക്കെ പലിശയ്ക്ക് പണം എടുത്തിട്ടാ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത് തന്നെ. തനിക്ക് വല്ല പലിശ പരിപാടി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാ. പരാജയപ്പെടരുതല്ലോ. തോറ്റുപോയെന്ന് പറയാൻ ഇടം കൊടുക്കരുതല്ലോ. വിഷ്ണുവിനറിയോ, ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണിന് സമൂഹത്തിൽ ആദ്യം വെല്ലുവിളിയാവുന്നത് സ്വന്തക്കാർ തന്നെയാ. പക്ഷേ ഞാൻ തളരില്ല, പിടിച്ചു നിൽക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനേ ഉള്ള ഒരു സഹായത്തിന്. എത്ര കഷ്ടപ്പെട്ടാലും ഈ ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോവും. എല്ലാം മുറക്കങ്ങ് പോവും. പണത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. താനൊന്ന് വിളിക്കേ. എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. പിന്നെ വിഷ്ണുവിനെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. എന്റെ അവസ്ഥ അതായതുകൊണ്ടാ. താൻ വിളിച്ചോ. ശരി. സാറേ, ജീപ്പിന്റെ കാര്യം എന്തായി? കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എടോ, തൊണ്ടി മുതലല്ലേ, അതങ്ങനെ താൻ വന്ന് ചോദിക്കുമ്പോൾ തന്നെ എടുത്തങ്ങ് തരാൻ പറ്റുമോ? എന്റെ സാറേ, ഇതുപോലെ തൊണ്ടി മുതലെന്നും പറഞ്ഞ് പിടിച്ചിരുന്ന വണ്ടിയെല്ലാം മഴയും വെയിലെന്ന് പറഞ്ഞ് നശിച്ചു പോയിട്ടേ ഉള്ളൂ. അതറിയോ? ഓരോരുത്തരെ ഓരോ വണ്ടി വാങ്ങിക്കുന്നത് ആ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതെ, ആ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാ നിങ്ങൾ ഇവിടെ എല്ലാരും പ്രവർത്തിക്കണേ. ഉള്ള കാര്യം പറയാലോ, ഈ കള്ളന്മാരും മുറ്റത്തെടുത്ത ജീപ്പ് എടുത്തോണ്ടോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെന്റെ ജീപ്പ് വേണം, അത്ര തന്നെ ഉള്ളൂ. സാറേ, എനിക്കെന്റെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ എനിക്കെന്റെ ഈ ജീപ്പ് കിട്ടിയേ പറ്റുള്ളൂ. എടോ, അങ്ങനെ താൻ വന്ന് പറയുമ്പോ ഒന്നും ജീപ്പ് വന്നിടാനൊന്നും പറ്റില്ല. അതിന് അതിൻ്റെതായ നിയമങ്ങളും നിയമവശങ്ങളും ഉണ്ട്. എന്ത് നിയമമാണ് സാറേ ഇതൊക്കെ? എഴുതി പിടിപ്പിക്കുന്നത് നിങ്ങളുടെ പേന തുമ്പിലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നേ, അല്ലേ? അല്ല, ഇനിയിപ്പോ പിടിപ്പിക്കുന്നതിലും വേണോ? അല്ല, ഞാനിപ്പോ അതിന് തയ്യാറാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണേ. വണ്ടി പെന്റെ ആണല്ലോ, എനിക്ക് എടുത്തു കൊണ്ടുപോകണല്ലോ. ഏയ്, ഞങ്ങളെ ഇതിന്റെ റൂട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ ആ റൂട്ട് ഒന്ന് തെളിച്ചു പറയാൻ നോക്കിയതേ ഉള്ളൂ. സാറേ, അറിയാലോ, കളക്ടറുടെ ഭർത്താവാ. ചുമ്മാ വള്ളിയാക്കണ്ട, കൊടുത്തു വിട്ടേക്ക്. ഇയാളാ ചാവി ഇങ്ങെടുത്തുണ്ടോ? ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വിളിക്കാം. അതെ, അത് ഈ കേസിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ചില നിയമാവലികളൊക്കെ ഉണ്ട്. അതെ, കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. വണ്ടി കൊണ്ടുപോയിക്കോളൂ. ഓരോരോ അവതാരങ്ങളെ. ഡോക്ടറെ,
ആ വിഷ്ണു, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. തന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? ആ ഉടനെ വരാം. ആ ശരി. രാമേട്ടാ, ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു ജാനകിയമ്മയാ, ക്യാൻസർ പേഷ്യന്റ്. പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുന്നുമുണ്ട്. അങ്ങനെയുള്ളവരോട് വീടൊഴിഞ്ഞേറണമെന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? പറയാതെ പറ്റില്ല രാമേട്ടാ. സർക്കാർ പറയുന്നതല്ലേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ. ഇവിടുന്ന് ഒഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങളും സർക്കാർ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന 12 കുടുംബങ്ങളിലും താമസിക്കുന്നത് ഇതുപോലെ അസുഖം ബാധിച്ചവരാണോ? അതെ. നമുക്ക് ഈ ജാനകിയമ്മയുടെ വീട്ടിൽ തന്നെ ആദ്യം പോവാം. ജാനകിയമ്മ, ജാനകിയമ്മ, ജാനകിയമ്മ. ആരാ? എന്താ വേണ്ടത്? ജാനകിയമ്മ. ജാനകിയമ്മയോ? അതാരാ? നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഞങ്ങൾക്ക് ആള് തെറ്റിയിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ ജാനകിയമ്മയല്ലേ താമസിക്കുന്നത്? എടാ, ആരാടാ ഈ ജാനകിയമ്മ? പാട്ടുകാരി ജാനകിയമ്മയാണോ? ജാനകിയെ കൊച്ചിന് ആരെയാ വേണ്ടത്? ഇവിടെ ജാനകിയും ഇല്ല, ജാനമ്മയും ഇല്ല. ഞങ്ങള് കുറച്ചുപേര് തമാശയും ചീട്ടുകളുമായിട്ട് കഴിയുക. കാരണവരിൽ നിന്ന് മുഷിയണ്ട. വേണേ കയറിയിരുന്ന ഒരു കൈ ചീട്ട് കളിക്കാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കളക്ടർ ഓഫീസിൽ നിന്നാ. അയ്യോ, അതിന് ഞങ്ങൾക്ക് കുറച്ചിലൊന്നുമില്ല. ഞങ്ങൾ ആരുടെ കൂടെയും ചേസ് പറയും, ചീട്ടും കളിക്കും. നിങ്ങൾക്ക് ആരാ? അത് ശരി. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇത് നല്ല കളി. നിങ്ങളുടെ വീടോ? പഞ്ചായത്തിന്റെ റെക്കോർഡ് പ്രകാരം ഈ വീട്ടിലൊരു ജാനകിയമ്മയാ താമസിച്ചിരുന്നത്. അതൊന്നും എനിക്കറിയില്ല. കുറെ അധികം നാളായിട്ട് ഞങ്ങളാ താമസിക്കുന്നത്. മഹേന്ദ്ര മുതലാളിയുടെ കമ്പനിയിലെ തൊഴിലാളികളാ. എന്താടാ ഇവരൊക്കെ ആരാ? സെൻസസ് ആണോ? നിങ്ങളാരാ? ഞങ്ങളിതാ ഈ വീട്ടിൽ താമസിക്കുന്നവരാ. സരോജിനിയുടെ ഭർത്താവാണോ? സരോജിനിയോ? ഏത് സരോജിനി? ഇവിടെ താമസിക്കുന്നത് ഞാനും ഉദയനും സ്റ്റീഫനും ഒക്കെയാ. ഞങ്ങള് മഹേന്ദ്ര മുതലാളിയിലെ കമ്പനിയിലെ തൊഴിലാളികളാ. പിന്നെ ഈ പറയുന്ന സരോജിനെ ഭാര്യയായി കിട്ടിയാ ഞാൻ വേണ്ടാന്നൊന്നും വെക്കൂല കേട്ടോ. ഞാൻ റെഡിയാ. എവിടെയാ വരേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. നീക്ക് ആരോടോ സംസാരിക്കുന്ന അറിയാമോ?